This is the time to take a bow to our own തോമാച്ചൻ. തോമാച്ചൻ വാക്ക് പാലിച്ചു. കളി തുടങ്ങുന്നതിന് മുമ്പ് പ്രീ മാച്ച് ടോക്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇടക്കാല പരിശീലകനായിട്ടുള്ള തോമസ് ടോസ് ഒരു വാക്ക് പറഞ്ഞിരുന്നു. എന്റെ ലക്ഷ്യം ഡിഫൻസിനെ സോളിഡ് ആക്കാൻ വേണ്ടിയാണെന്ന്. കാലങ്ങൾക്ക് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു ക്ലീൻ ഷീറ്റ് ലഭിച്ചിരിക്കുന്നു. ഏകപക്ഷീയമായ 3 ഗോളുകൾ മുഹമ്മദൻസിന്റെ നെറുകയിലേക്ക് അടിച്ചു കയറ്റി കേരള ബ്ലാസ്റ്റേഴ്സ് 3 ഗോളിന്റെ ആധിപത്യത്തിൽ ഈ സീസണിലെ ഏറ്റവും വലിയ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. എതിരില്ലാത്ത 3 ഗോളുകളാണ് തോമസ് ടോസിന്റെ പിള്ളേര് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മുഹമ്മദൻസിന്റെ വലയിൽ അടിച്ചു കയറ്റിയത്. മത്സരത്തിലുടനീളം ബ്ലാസ്റ്റേഴ്സിന് മേധാവിത്വം പുലർത്താൻ കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. യുവതാരങ്ങളെ അവസരം കൊടുക്കാതിരുന്നവന്മാരെ എല്ലാം കളിക്കളത്തിലേക്ക് അഴിച്ചുവിട്ട കിടിലൻ പെർഫോമൻസ്. കോറോസിംഗിനും അമാവിയയ്ക്കുമെല്ലാം നമ്മൾ ഒരുപാട് അപ്രീസിയേഷൻ വാരി കൂടി കൊടുക്കണം. ഈ അമാവി ആയാലും കോറോ ആയാലും തോമസ് ടോസിന് വളരെ അടുത്ത പിള്ളേരായതുകൊണ്ട് തന്നെ തന്റെ പിള്ളേരെ എങ്ങനെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യണം എന്ന് തോമസ് ടോസിന് അറിയാം. അതുകൊണ്ട് തന്നെ ഈ സീസണിൽ കൊയേഫിന്റെ ആദ്യത്തെ ഗോൾ, ഫസ്റ്റ് എവർ ഗോൾ ഓഫ് അലക്സാണ്ടർ കൊയേഫ് ഇൻ ഇന്ത്യൻ സൂപ്പർ ലീഗ് പിറന്ന മത്സരം കൂടി. മത്സരത്തിൽ മുഹമ്മദൻസിനെതിരെ അസാമാന്യമായിട്ടുള്ള മേധാവിത്വം സ്വന്തം തട്ടകത്തിൽ പുലർത്താൻ ബ്ലാസ്റ്റേഴ്സിനെ കൊണ്ട് കഴിഞ്ഞു. എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ബ്ലാസ്റ്റേഴ്സ് വിജയിക്കായിരുന്നു. 14 ഷോട്ടുകൾ ബ്ലാസ്റ്റേഴ്സ് എടുത്തപ്പോൾ മുഹമ്മദൻസിന് എതിർക്കാൻ കഴിഞ്ഞത് വെറും 6 പിന്നെ ഓൺ ടാർഗറ്റ് ഷോട്ടുകളിലും 5 ബ്ലാസ്റ്റേഴ്സിന് മുന്നിലുണ്ട്. ആദ്യം ഭാസ്കർ റോയുടെ ഒരു പിഴവിൽ നിന്നാണ് ബ്ലാസ്റ്റേഴ്സിന് തുടക്കം ലഭിച്ചത്. പിന്നീട് നവാസ് റോയുടെ ഒരു സ്റ്റണ്ണിംഗ് ഹെഡർ, അതിനുശേഷം നമ്മുടെ കൊയേഫിന്റെ ഒരു കിടിലൻ ഫിനിഷ്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഇടക്കാല പരിശീലകൻ നിലവിലുള്ള അംഗഭംഗം എന്ന സ്കോഡിനെ കൊണ്ട് 3 ഗോളുകൾക്ക് വിജയിച്ചു. ഇതിന്റെ പേരിൽ സ്റ്റെഹറയെ വില കുറച്ച് കാണാനൊന്നും നിൽക്കുന്നില്ല. ഇതിന്റെ പേരിൽ നമ്മൾ ആശ്വസിക്കാനും ആഘോഷിക്കാനും പറ്റില്ല. കാരണം യഥാർത്ഥ വെല്ലുവിളികൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. കരുത്തരായിട്ടുള്ള എതിരാളികൾ വരുന്നുണ്ട്. നമ്മൾ ഇന്ത്യൻ സ്കോഡ് ഉൾപ്പെടെയുള്ളതിനെ റീഇൻഫോഴ്സ് ചെയ്യണം. പിന്നെ പുതിയ നല്ല പരിശീലകൻ വരണം. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും തോമാച്ചായൻ വാക്ക് പാലിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ ഹൈ.